ഹലോ, ഐ എം ഖദീജ ഫ്രം ഖദീജ ഷാറുഖ്. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ നമ്മളെ ചാനലിൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസും കേക്കിൻ്റെ വീഡിയോസും വ്ളോഗ്സും വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജസ്റ്റ് 2000 ബഡ്ജറ്റിൽ ചെയ്ത ഒരു ചോക്ലേറ്റ് അവരാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നിങ്ങൾ താഴത്തെ വന്നിട്ട് 8 ഇഞ്ചിലാണ് ചെയ്തത്. ഞാൻ ഡ്രം ബേസ് ഒന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ വില കൂടുതലായി. ജസ്റ്റ് 35 രൂപയ്ക്കാണ് ഞാൻ ഇതൊരു ഷീറ്റ് തെർമാക്കോൾ പീസ് മേടിച്ചത്. അങ്ങനെയാണ് കേക്കിൻ്റെ മാക്സിമം ഹോം ബേക്കേഴ്സ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് സെറ്റാക്കി എടുത്തത്. താഴെ വന്ന് 8 ഇഞ്ച്, മുകളിൽ 6 ഇഞ്ച്, പിന്നെ വന്ന് 4 ഇഞ്ച്, അങ്ങനെയാണ് സെറ്റാക്കി എടുത്തത്. നിങ്ങൾ ചോക്ലേറ്റ് അനുസരിച്ച് ഇത് ചെയ്യണം. ഫെവിക്വിക്ക് മാത്രം ഒട്ടിക്കരുത് കേട്ടോ. ഫെവിക്വിക്ക് ഒട്ടിച്ചാൽ ഇതായിരിക്കും അവസ്ഥ, ഹോളായി പോവും. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് എത്ര ഹൈറ്റ് ആദ്യം പ്ലാൻ ചെയ്ത് വെക്കണം. നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് ചോക്ലേറ്റ് എത്ര മേടിക്കണോ ആ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ എത്ര പീസസ് വേണോ കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് രണ്ട് തെർമാക്കോളായിരുന്നു എനിക്കൊന്ന് യൂസ് ആയത്. അപ്പോൾ ഇതുപോലെ എത്ര ഹൈറ്റ് അനുസരിച്ച് ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ച് ഒന്ന് നല്ലപോലെ സേഫ്റ്റി ആക്കി വെക്കുക. ഇതുപോലെ ഞാൻ എല്ലാം കൂടെ സെറ്റാക്കി എടുത്തു. ഫസ്റ്റ് വന്ന് ഞാൻ 10 ഇഞ്ചിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിന് നോക്കിയാൽ കൂടുതലായിരിക്കും. പിന്നെ വന്നിട്ട് ഞാൻ ഇതുപോലെ ഷോർട്ടാക്കി സെറ്റാക്കി എടുത്തു. പിന്നെ 12 ഇഞ്ചിൻ്റെ കേക്ക് ബേസ് എടുത്തിട്ട് അതിലാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് ഇതുപോലെ സെറ്റാക്കി എടുത്തു. പിന്നെ വന്ന് 2 ലെയറിലും മാക്സിമം 2 സെല്ലോ ടേപ്പ് ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ ഒട്ടിച്ചിരുന്നു, മുകളിൽ താഴെയായിട്ട്. അങ്ങനെ 2 ഒട്ടിച്ചാൽ മതിയാവും. പിന്നെ ചോക്ലേറ്റ്സൊക്കെ നിങ്ങൾ എത്ര മേടിക്കണം, എത്രയാണ് ചോക്ലേറ്റിൻ്റെ ബഡ്ജറ്റൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ഈ വീഡിയോസിൽ ഒന്ന് പറയാം. എനിക്ക് താഴത്തെ ലെയറിൽ വന്നിട്ട് എനിക്ക് 20ൻ്റെ കിറ്റ് എനിക്ക് 23 എണ്ണമാണ് എനിക്കൊന്ന് യൂസ് ആയത്. 23 എണ്ണം 8 ഇഞ്ച് ബേസാണ്. 8 ഇഞ്ച് ബേസിൽ 23 കിറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ സ്നിക്കേഴ്സ് വന്നിട്ട് എത്ര 28 എണ്ണം, മാക്സിമം 25 എണ്ണം മേടിച്ചാൽ അത് തികഞ്ഞില്ല. അപ്പോൾ 28 എണ്ണം മേടിച്ചാൽ മസ്റ്റായിട്ടും 20ൻ്റെ സ്നിക്കേഴ്സാണ് ഞാൻ മേടിച്ചത്. മസ്റ്റായിട്ട് അത് കറക്റ്റായിരിക്കും. താഴത്തെ ബേസ് രണ്ടാമത്തെ ലെയറിൻ്റെ ബേസ് വന്നിട്ട് 6 ഇഞ്ചാണ്. അതിൽ വന്ന് എനിക്ക് 28 സ്നിക്കേഴ്സാണ് എനിക്കൊന്ന് യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ വന്ന് മേളിൽ വന്ന് പിന്നെ വന്ന് ഗാലക്സിയാണ് വെച്ച് കൊടുത്തു. ഗാലക്സി വന്നിട്ട് 4 ഇഞ്ചാണ്. 4 ഇഞ്ചിൻ്റെ ബേസിൽ വന്നിട്ട് ഗാലക്സി 10 ഗാലക്സിയാണ് വെച്ച് കൊടുത്തത്. 50ൻ്റെ ഗാലക്സി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വന്ന് താഴെ എത്ര ചോക്ലേറ്റാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ വന്നിട്ട് മെയിനായിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നല്ലപോലെ പ്രസ്സാക്കി കൊടുക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ റോസസാണ് വെച്ച് കൊടുത്തത്. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസസ് മസ്റ്റായിട്ട് വേണം എന്ന് വെച്ച്. പിന്നെ ഒരു സെക്യൂറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് റിബണും കൂടെ കെട്ടിക്കൊടുത്തു. നിങ്ങൾ റെഡ് അല്ലെങ്കിൽ വൈറ്റ് റിബൺ കെട്ടുന്നതായിരിക്കും അത്രക്കും ആ ചോക്ലേറ്റ് അവരുടെ ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ദിവസം ഞാൻ ആഗ്രഹിച്ച് കൊതിച്ച് ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ട് എത്രത്തോളം എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കൊടുത്തു. ഈ വർക്കിൽ കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓരോന്നും നോക്കി ഓർഡർ ചെയ്തു ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം വന്ന് എൻ്റെ ഇഷ്ടത്തിനാണ് വെച്ച് കൊടുത്തു. ഇത് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം സിസ്റ്ററുടെ ഇഷ്ടമാണെന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്രത്തോളം ഭംഗിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ ബെസ്റ്റ് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വന്ന് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഡിജിറ്റൽ വാച്ചാണ്. അതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ നമ്മളൊന്ന് റിബനും കൂടെ കെട്ടിക്കൊടുത്തു. ഇത് തനിച്ച് അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ റോസസ് വേണമെന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് അത് ഞാൻ തനിച്ച് കയ്യിലാണ് കൊടുത്തത് ആൾക്ക്. പിന്നെ കേക്കും കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ ലാസ്റ്റ് വന്ന് കസ്റ്റമറുടെ റിയാക്ഷനും കൂടെ കൊടുത്ത് ആൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ദുബായത്തെ ഹസ്ബൻഡാണ് ഓർഡർ ചെയ്ത് അവരെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ആൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. മോൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതുപോലെ കൂടുതൽ കേക്കിൻ്റെ വീഡിയോസും വ്ളോഗ്സും എല്ലാം വരുന്നുണ്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.